നമസ്കാരം, എല്ലാവർക്കും ബോധിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു തുടങ്ങിയ ചാപ്റ്റർ എല്ലാവർക്കും അറിയാമല്ലോ, ഏതാണ്? സർക്കിൾ എന്ന് പറയുന്നത് അല്ലേ? സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അതിലെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ വരുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിക്കാറുണ്ട്. ഈ ഭാഗത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കുറച്ച് മുന്നോട്ട് ഈ ചാപ്റ്ററിലെ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഓക്കെ, നോക്കിക്കൊള്ളണം. അപ്പോഴാ ഒരു സർക്കിളില് ഒരു വൃത്തത്തിൽ നമ്മൾ ഒരു ഞാൻ വരയ്ക്കുന്നു, ഒരു കോഡ് വരയ്ക്കുന്നു. കോഡ് വരച്ചു കഴിഞ്ഞാൽ അതെന്താവും? അതിനെ രണ്ട് ഭാഗങ്ങൾ അല്ലേ? അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ പറഞ്ഞിരിക്കുന്ന, ഞാൻ ഇതിന് പി എന്ന് പേര് കൊടുത്തു, ഇതിന് സി എന്ന് പേര് കൊടുത്തു. നമ്മൾ ആർക്കിനൊക്കെ പേര് കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇവിടെ എ പി ബി എന്ന് പറയുന്ന ആർക്കും എ സി ബി എന്ന് പറയുന്ന ആർക്കും, രണ്ട് ആർക്കുണ്ട് അല്ലേ? ഈ രണ്ട് ആർക്കൂടെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഫുൾ സർക്കിൾ കിട്ടുന്നുണ്ട് ആണല്ലോ, ഒരു മൊത്തത്തിലുള്ള ഒരു വൃത്തം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ എ പി ബി എന്ന് പറയുന്ന ആർക്കിന്റെ കൂടെ, ചാപത്തിന്റെ കൂടെ എ സി ബി എന്ന് പറയുന്ന ആർക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു സർക്കിൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എ പി ബി എന്ന് പറയുന്ന ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഏതെന്ന് നമുക്ക് പറയാം? എ സി ബി എന്ന് പറയുന്ന ആർക്ക് എന്ന് പറയാം. ഈ ഓൾട്ടർനേറ്റ് ആർക്കിന് മറ്റൊരു പേരും കൂടെ നമ്മൾ പറയാറുണ്ട്, കോംപ്ലിമെന്ററി ആർക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ മലയാളത്തിൽ പറയുമ്പോൾ എങ്ങനെ പറയും? മറുചാപം അല്ലെങ്കിൽ ശിഷ്ടചാപം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണ്? എ പി ബി എന്ന് പറയുന്ന ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എന്ന് പറയുന്നത് എ സി ബി എന്ന് പറയുന്ന ആർക്ക്. അപ്പൊ ഒരു സംശയം, സാറേ തിരിച്ചും ഇതുപോലെയല്ലേ? എ സി ബി എന്ന് പറയുന്ന ആർക്കിന്റെ കൂടെ എ പി ബി എന്ന് പറയുന്ന ആർക്ക് ചേർത്ത് വെക്കുമ്പോഴല്ലേ നമുക്കൊരു വൃത്തം കിട്ടുന്നത്. അപ്പൊ നമുക്ക് തിരിച്ചും നമുക്ക് പറഞ്ഞൂടെ അല്ലേ? അത് തന്നെയാണ് നമ്മളിവിടെ പറയാൻ വന്നത്. നമുക്ക് തിരിച്ചും പറയാം. എ സി ബി എന്ന് പറയുന്ന ആർക്കിന്റെ മറുചാപം അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്കാണ് എന്നും പറയാം, എ പി ബി എന്ന് പറയുന്ന ആർക്ക് എന്നും നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയിന്റിലേക്ക് വരാം. എ ബി എന്ന് പറയുന്ന എന്താണ് ഒരു കോഡ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഈ കോഡിൽ നിന്നും ഞാൻ തന്നെ എ സി ബി എന്ന് പറയുന്ന ആർക്കിലേക്ക് ഒരു ആംഗിൾ മേക്ക് ചെയ്തു. ആണ്ടെ ഈ പറയുന്ന ആംഗിൾ. അപ്പോൾ ഈ ആംഗിള് ഇവിടെ നമുക്ക് എ ബി എന്ന് പറയുന്ന കോഡിന് എന്തുണ്ട്? ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ട്, കേന്ദ്ര കോണുണ്ട് അല്ലേ? ആണല്ലോ. അപ്പൊ ഞാൻ എന്താണ് ഇതിന്റെ സെന്ററിന് ഒ എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എ ഒ ബിയും, ആംഗിൾ കോൺ എ ഒ ബിയും, അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൾ അല്ലേ, അതിന് എതിരായി വരുന്ന എന്താണ് ആർക്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ആംഗിൾ മേക്ക് ചെയ്തു. ആ ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ എ സി ബിയുമാണ് അല്ലെ? ആണല്ലോ. ഈ രണ്ട് ആർക്കിനും ഈ രണ്ട് ആംഗിളിനും ഓരോ പ്രത്യേകതകളുണ്ട്, എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഇതിലൂടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഞാനാണ് ഈ സിയും ഓയും തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് ഏതൊക്കെ ട്രയാങ്കിൾ കിട്ടി? ട്രയാങ്കിൾ ബി ഒ സിയും കിട്ടി, ട്രയാങ്കിൾ എ ഒ സിയും കിട്ടി, ട്രയാങ്കിൾ എ ഒ ബി ആൾറെഡി അവിടെ ഉള്ളതാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ട്രയാങ്കിൾ എ ഒ ബി പരിഗണിക്കാം. എ ഒ ബി അല്ല, എ ഒ സി നമുക്ക് പരിഗണിക്കാം. എ ഒ സി നമ്മൾ പരിഗണിക്കുമ്പോൾ അതിലെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് പറഞ്ഞത്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് പറയാം ഈ രണ്ട് ആംഗിളിന്റെ പ്രത്യേകത എന്താണ്? അത് രണ്ടും ഈക്വൽ ആയിരിക്കും. കാര്യം എന്താണ്? ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്, റേഡിയസ് ആണ് അല്ലേ? റേഡിയസുകളാണ്, ആരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ രണ്ട് വശങ്ങൾ തുല്യമാകുമ്പോൾ ആ ത്രികോണം എന്തായി? എന്ത് ത്രികോണമായ? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയ ഒരു സമപാർശ്വ ത്രികോണമായി മാറി അല്ലേ? അതുകൊണ്ട് തന്നെ ആ ഈക്വൽ ആയിട്ട് വരുന്ന, തുല്യമായി വരുന്ന വശങ്ങൾക്കെതിരെ വരുന്ന കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഞാൻ തന്നെ ഈ കോണളവിനെ എക്സ് ഡിഗ്രി എന്ന് എടുത്താൽ ഈ കോണളവ് എത്രയായിരിക്കും? ഇവിടെ എക്സ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മൂന്നാമത്തെ കോണൊന്ന് കണ്ടുപിടിക്കണം. ആ ത്രികോണത്തിൽ തന്നെ മൂന്നാമത്തെ കോണൊന്ന് കണ്ടുപിടിക്കണം. അതായത് കോൺ എ ഒ സി നമ്മളൊന്ന് കണ്ടുപിടിക്കണം. അതായത് ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തന്നിട്ടുണ്ട്, മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എത്രയെന്ന് അറിയാം? 180 എന്ന് അറിയാം അല്ലെ? അതിൽ നിന്ന് ബാക്കി രണ്ടും കൂടെ അങ്ങ് കുറച്ചാൽ മതി. ബാക്കി രണ്ടെന്ന് പറയുന്നത് ഒരു എക്സും ഒരു എക്സും കൂടെ ചേരുമ്പോൾ എന്തായി മാറും? 2x ആയി മാറും. ഓക്കെ, അപ്പോൾ 180 - 2x.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ത്രികോണത്തിലേക്ക് വരാം. BOC എന്ന് പറയുന്ന ത്രികോണത്തിലേക്ക് വരാം. ഏതാണ് ത്രികോണം BOC? ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വശവും എന്താണ്, ആരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ രണ്ട് വശങ്ങൾ എന്തായി മാറി, തുല്യമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതിനെതിരെ വരുന്ന കോണുകൾ എന്തായിരിക്കും, ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും ഇവിടെ തുല്യമായി. അപ്പോൾ ഞാനൊരു കോണിന് Y എന്ന് എടുത്താൽ മറ്റേ കോൺ എത്രയായിരിക്കും, Y ആയിരിക്കും അല്ലെ, ആണല്ലോ. അപ്പൊ ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ കോൺ BOC ഒന്ന് കണ്ടുപിടിക്കാം. BOC എങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മുകളിൽ ചെയ്തതുപോലെ തന്നെ 180 നിന്ന് എന്തൊക്കെ കുറയ്ക്കാം, ബാക്കി രണ്ട് കോണുകളും കുറയ്ക്കാം. അപ്പൊ ഓരോ കോൺ എത്ര വീതമാണ് വന്നിരിക്കുന്നത്, Y ഡിഗ്രിയും Y ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 2Y എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് കോൺ നമുക്ക് കിട്ടും അല്ലേ. നമുക്ക് വേണ്ട ഏതാണ്, കോൺ AOC അല്ലേ വേണ്ടത്, അല്ല കോൺ AOB അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോൺ AOB ഒന്ന് കണ്ടുപിടിക്കാം. ഇത് നമ്മൾ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾസിന്റെ സം എത്ര ഡിഗ്രിയാണ് വരുന്നത്, 360 ഡിഗ്രി ആണ് വരുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ മൊത്തത്തിൽ എത്ര വരും നമുക്കറിയാം, 360 ഡിഗ്രി വരും എന്നറിയാം അല്ലേ. അപ്പൊ ആ 360 ഡിഗ്രിയിൽ നിന്നും ഏതൊക്കെ നമുക്ക് കുറയ്ക്കാം, എന്താണ് ഈ കിട്ടിയ ഈ ആംഗിൾ എത്രയാണ് നമുക്കറിയാം, 180 മൈനസ് 2x എന്നറിയാം. മറ്റേ ആംഗിൾ എത്രയാണെന്ന് അറിയാം, നമുക്ക് 180 മൈനസ് 2y എന്നും നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് രണ്ടും കൂടെ കുറയ്ക്കാം. അപ്പം 180 മൈനസ് 2x അതുപോലെ തന്നെ 180 മൈനസ് 2y നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അതായത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ കുറയ്ക്കും. അപ്പൊ ഇത് നമുക്ക് ചെയ്യാനൊക്കെ അറിയാം. 360 മൈനസ് 180 പ്ലസ് 180 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നില്ല, 180 മൈനസ് 180 പ്ലസ് 180 ആകുമ്പോൾ എത്രയും കിട്ടും, 360 ഡിഗ്രി ഉണ്ട്. 360 മൈനസ് 2x മൈനസ് 2y എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാതെ, 360 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്, 360ക്ക് പ്ലസ് ചിഹ്നമാണ്, മൈനസ് ആണ് പുറത്ത് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ഉള്ളതെല്ലാം മൈനസ് ആകും, മൈനസ് ഉള്ളതെല്ലാം എന്തായി മാറും, പ്ലസ് ആയി മാറും. അപ്പോൾ 360 മൈനസ് 360 പ്ലസ് 2x പ്ലസ് 2y എന്ന് കിട്ടും, ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 360 ക്യാൻസൽ ആയിപ്പോ അല്ലെ, 360 കുറയുമ്പോൾ 0. പിന്നെ ഉള്ളത് 2x പ്ലസ് 2y ആണ്. അതിൽ നിന്ന് രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് നമുക്ക് എന്തെടുക്കാം, 2 പുറത്തെടുക്കാം. അപ്പൊ എന്ത് കിട്ടൂടെ, 2 into x പ്ലസ് y എന്ന്, ആണല്ലോ. അപ്പൊ ഈ x പ്ലസ് y എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ നോക്കിക്കേ, കോൺ ACBയുടെ അളവ് എത്രയുടെ, എക്സും വൈയും കൂടെ കൂട്ടി കിട്ടുന്നതല്ലേ. അതായത് കോൺ ACB എന്ന് പറയുന്നത് എത്രയുണ്ട്, x പ്ലസ് y ആണ്, ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 2 into x പ്ലസ് വൈയുടെ സ്ഥാനത്ത് ഏത് എഴുതാം, കോൺ ACB എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു 2 into കോൺ, നമുക്ക് എഴുതാം ഇൻറ്റു കോൺ ACB എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഈ തന്നിരിക്കുന്ന AOB എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഏതിന്റെ ഡബിൾ ആണ്, കോൺ ACBയുടെ ഡബിൾ ആണ്, ആണല്ലോ. അപ്പൊ നമുക്ക് തിരിച്ചും പറയൂടെ, ഈ തന്നിരിക്കുന്ന AOB എന്ന് പറയുന്ന ആംഗിളിന്റെ പകുതിയാണ് കോൺ ACB എന്ന് നമുക്ക് പറഞ്ഞൂടെ, പറയാലോ. അപ്പോൾ നമുക്ക് പൊതുവായിട്ട് അപ്പൊ നമുക്കിവിടെ കിട്ടിയ കാര്യം എന്താണ്, കോൺ AOB എന്ന് പറയുന്നത് ഏതിന്റെ ഡബിൾ ആണ്, കോൺ ACBയുടെ ഡബിൾ ആണ് നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൊതുവായിട്ട് നമുക്ക് പറയാം, AB എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ ആണല്ലോ ആംഗിൾ AOB എന്ന് പറയുന്നത്, ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആംഗിളിന്റെ പകുതിയാണ് ഇതെന്ന് പറയാം. അപ്പൊ എങ്ങനെ പറയാം, AB എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. നമ്മൾ മലയാളത്തിൽ പറയാം, എങ്ങനെ പറയാം, ഒരു ഞാണിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ അല്ലെങ്കിൽ ശിഷ്ടജാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെ, ഒരു കോഡിന്റെ സെൻട്രൽ ആംഗിൾ ഇത് 100 ഡിഗ്രി ആണെന്ന് ഇരിക്കട്ടെ, 100 ഡിഗ്രി ആണെന്ന് ഇരിക്കട്ടെ. ഒരു കോഡിന്റെ സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രിയാണ്. അപ്പോൾ അതിന് എതിരായി വരുന്ന അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇത് എത്രയായിരിക്കും, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാം, ഇതിന്റെ പകുതി ആയിരിക്കും. അപ്പൊ എത്ര വരും, 50 ഡിഗ്രി ആയിരിക്കും.
ഓക്കെ, തിരിച്ചും നമുക്ക് പറയാം. ഇത് 50 ഡിഗ്രി ആണെന്ന് തന്നിരുന്നാൽ ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പറയാം? 100 ഡിഗ്രി എന്ന് നമുക്ക് പറയാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് പറയാം. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിനെ മറ്റൊരു രീതിക്ക് നമുക്ക് പറയാം. നമ്മൾ നേരത്തെ കോഡിന്റെ ബേസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ? ഞാനിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. ഈ ഞാൻ ഇല്ലാതെ വരുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഇല്ലാതെ വരുമ്പോൾ ഇവിടെ ഞാൻ പി എന്ന പേര് എടുക്കുന്നു. എ പി ബി എന്ന് പറയുന്ന ഒരാർക്ക്. ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് എക്സ് എന്നിരിക്കട്ടെ. എക്സ് ഡിഗ്രി എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ഇത് എത്ര ഡിഗ്രി വരുമായിരിക്കും? എത്ര ഡിഗ്രി ആയിരിക്കും? ഇതിന്റെ ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി. നേരത്തെ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു കോഡ് കൂടെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം? x/2 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് കോഡ് ഇല്ലാതെ തന്നെ പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു എന്താണ് ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് അല്ലെ? ഒരു ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് അതിന്റെ ശിഷ്ടചാപത്തിൽ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഈ പോയിന്റ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. നമ്മൾ കോഡ് എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു പോയിന്റ് പഠിക്കുക. ഒരു ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണളവ്. ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ്, ഹാഫ് ആണ് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇതാണ് ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം വരാം. സാർ, ഇവിടെ വേറൊരു സ്ഥലത്ത് മേക്ക് ചെയ്താലും ഈ വരുന്ന ആംഗിളിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇങ്ങനെ മേക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ആ ആംഗിളിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതും സെയിം ആണ്. നിങ്ങളിപ്പോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക? അത് വീണ്ടും ഒന്ന് തെളിയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് എത്രയെന്ന് തന്നെ കിട്ടും? x/2 എന്ന് തന്നെ കിട്ടും. ഇത് എന്ത് തന്നെ കിട്ടും? x/2 എന്ന് കിട്ടും. അപ്പൊ വീണ്ടും നമുക്ക് ഇതുപോലെ വരയ്ക്കും. ഇതുപോലെ വരച്ചാൽ ഇത് എത്ര തന്നെ? x/2 തന്നെ കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് പൊതുവായി നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസുകളെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? ഒരു ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമായിരിക്കും. മാത്രമല്ല എന്തായിരിക്കും? ആ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയുമായിരിക്കും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. ഇതാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഈ സെക്ഷനുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പ്രാവശ്യങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 22.5 ഡിഗ്രി വിത്തൗട്ട് യൂസിങ് പ്രൊട്ടാക്ടർ എന്ന് പറയുന്ന ഒരു ചോദ്യം. ഓക്കെ, ഇതിനകത്ത് വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതെങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അതായത് 22.5 ഡിഗ്രി നമുക്ക് വരയ്ക്കണം. 22.5 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ നമുക്ക് ഈ ഐഡിയ ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ പഠിച്ച ഐഡിയ ഉപയോഗിച്ച്. അപ്പം നമുക്കൊരു കാര്യം, ഈ 22.5ന്റെ ഡബിൾ ഒന്ന് എടുത്ത് നോക്കാം. ഡബിൾ എത്രയെന്ന് കിട്ടും? നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് വീണ്ടും ഒരു സംശയം, ഈ 45 ഡിഗ്രി വരയ്ക്കാനും പ്രൊട്ടാക്ടർ ഒക്കെ ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒരു കാര്യം ചെയ്യും, 45 ഡിഗ്രിയുടെ ഡബിൾ എടുത്തു നോക്കാം. 90 ഡിഗ്രി എടുത്തു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എവിടെയോ എന്തോ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ്? നമ്മൾ ആദ്യം പഠിച്ചൊരു കാര്യം അല്ലേ? എന്താണ്? നമ്മൾ സെമി സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി എന്ന് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ? അപ്പോൾ ആ ഒരു സെക്ഷൻ വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ നോക്കിക്കോളേ. നമുക്ക് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. ഒരു സർക്കിൾ വരച്ചിട്ട് അതിലെന്ത് വരയ്ക്കാം? ഒരു ഡയമീറ്റർ വരയ്ക്കാം. ഡയമീറ്റർ വരച്ചു. ഡയമീറ്റർ വരച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡയമീറ്റർ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 90 ഡിഗ്രി വരയ്ക്കാം. ഇതൊരു സെമി സർക്കിളായി അല്ലെ? അർദ്ധവൃത്തമായി അർദ്ധവൃത്തം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു 90 ഡിഗ്രി വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതാണ്ട് ഈ 90 ഡിഗ്രി വരച്ച ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ സെൻട്രൽ ആംഗിൾ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കാൻ പോകണം. അത് എങ്ങനെ? ഒരു ആർക്ക് വരയ്ക്കാം നമുക്ക്. അതായത് ഇവിടെ കൊണ്ടുവന്ന് കോമ്പസ് ഫിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ ഇവിടെ വരയ്ക്കാം. അത് ഒരുപാട് അങ്ങ് കവർ ചെയ്ത് പോകരുത്, അപ്പുറം ഒന്നും പോകരുത്. എന്തായാലും പോയാലും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് സെൻട്രൽ ആംഗിൾ ആക്കിക്കൊണ്ട് ഒരു ആർക്ക് വരച്ചു. നിങ്ങൾ കണ്ടോടെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയെന്ന് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ നമ്മൾ ഒരു ആംഗിൾ മേക്ക് ചെയ്യണം, മറിച്ചാണ്. അപ്പൊ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇവിടെ
45 ഡിഗ്രി ആയിരിക്കത്തില്ല. നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്കുന്ന ആംഗിൾ എന്ന് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അല്ലെ. അത് വെച്ചുകൊണ്ട് നമുക്ക് 45 ഡിഗ്രി വരയ്ക്കാം. ഇനി നിങ്ങൾക്ക് വീണ്ടും വരയ്ക്കാൻ പറ്റിയതാണ് 22.5 ഡിഗ്രി വരയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും നമ്മൾ താഴെ പറഞ്ഞതുപോലെ നമുക്ക് 45 ഡിഗ്രി കിട്ടിയല്ലോ. അപ്പൊ ആ പറഞ്ഞ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെന്റർ ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർക്കിൾ ഇവിടെ വരയ്ക്കാം. ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുന്നു. സർക്കിൾ വരച്ചപ്പോൾ തന്നെ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് എത്രയും കിട്ടി, 45 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എപ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും, 22.5 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ വരയ്ക്കുന്ന രീതി എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ നമുക്കിവിടെ രണ്ട് ആർക്കുകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്തുണ്ട്, ഒരു ഫുൾ സർക്കിൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ താണ്ടേ ഇവിടെ ഈ APB എന്ന് പറയുന്ന ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഞാനൊരു ആംഗിൾ മേക്ക് ചെയ്യണം. ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്ട് AQB എന്ന് പറയുന്ന ഒരു ആംഗിൾ. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ APB എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം, ഇത് നമ്മൾ C എന്നാണ് എടുക്കുന്നതെങ്കിൽ ഇത് എന്തായിരിക്കട്ടെ, C/2 ആയിരിക്കും ആണല്ലോ. ഇനി നമ്മൾ തിരിച്ചും ചിന്തിക്കണം. ഇവിടെ AQB എന്ന് പറയുന്ന ഒരു ആർക്കുണ്ട്, ഒരു ചാപമുണ്ട്. ആ ചാപത്തിന്റെ മറുചാപമായിട്ടുള്ള APB എന്ന് പറയുന്ന ചാപം കണ്ടല്ലോ. ആ ചാപത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കോൺ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കറിയാം AQB എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഇതെന്ന് പറയുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ചുകൊണ്ട് തിരിച്ചും മറിച്ചും ചിന്തിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ താണ്ടെ ഇതിനെ D എന്നെടുത്താൽ, ഈ ആംഗിൾ ഈ AQB എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ D എന്നെടുത്താൽ നമുക്ക് ഈ കിട്ടുന്ന APB എന്ന് പറയുന്ന ആംഗിൾ എത്ര ആയിരിക്കും ഇവിടെ, അതിന്റെ പകുതി ആയിരിക്കും, D/2 ആയിരിക്കും ആണല്ലോ. അപ്പൊ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ സിയും ഡിയും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാതെ. കാര്യം എന്താണ്, ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾസ് ആണ് അല്ലെ. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 360 ഡിഗ്രി കിട്ടുമെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ആംഗിൾ AQBയും അതുപോലെ തന്നെ ആംഗിൾ APBയും തമ്മിലങ്ങ് കൂട്ടാം. എത്ര കിട്ടും നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കിക്കേ, ആംഗിൾ AQB എന്ന് പറയുന്നത് C/2 ആണ് അല്ലെ, പ്ലസ് ആംഗിൾ APB എന്ന് പറയുന്നത് D/2 ആണ്. രണ്ടും നമ്മൾ എഴുതി. അപ്പൊ ഇതിൽ രണ്ടിലും ഹാഫ് അല്ലെ, പകുതി കോമൺ ആയിട്ടുണ്ട് അല്ലെ, 1/2 കോമൺ ആയിട്ടുണ്ട്. അത് നമ്മൾ ഇനി പുറത്തെടുക്കും. 1/2 ഇൻറ്റു C+D എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 1/2 ഇൻറ്റു അല്ലെ, രണ്ടിലൊന്നേ ഗുണം C/2 എത്രയും നമുക്കറിയാം, C+D എത്രയും നമുക്കറിയാം, 360 ഡിഗ്രി എന്ന് നമുക്കറിയാം. അപ്പൊ അത് ഞാൻ അവിടെ കൊടുത്തു. അപ്പൊ 360യുടെ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇവിടെ, 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ 180 ഡിഗ്രി എന്നെഴുതി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, ഒരു ആർക്കിലും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലും മേക്ക് ചെയ്യുന്ന ആംഗിൾസിന്റെ സം എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടുമെന്ന് നമുക്കറിയാം അല്ലേ. രണ്ട് ആംഗിൾസ് എന്താണ് കൂട്ടുമ്പോൾ, ആഡ് ചെയ്യുമ്പോൾ ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ കോമൺ ആയി നമ്മൾ അതിനൊരു പേരൊക്കെ പറയാറുണ്ട് അല്ലെ, സപ്ലിമെന്ററി അല്ലെങ്കിൽ അനുപൂരകം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു ചാപവും ചാപത്തിലെ കോണും അതിന്റെ ശിഷ്ടചാപത്തിലെ കോണും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് കോണുകൾ എന്താണെന്ന് പറയാം, അനുപൂരകമാണ് എന്ന് പറയാം. അതായത് ഒരു ചാപത്തിലും അതിന്റെ മറുചാപത്തിലും ഉണ്ടാക്കുന്ന കോണുകൾ എന്തായിരിക്കും, അനുപൂരകമായിരിക്കും. അതായത് നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പറയുമ്പോൾ, ഇംഗ്ലീഷ് മീഡിയക്കാർ പറയുമ്പോൾ എങ്ങനെ പറയും, എ പെയർ ഓഫ് ആംഗിൾസ് ഓൺ ആൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെന്ററി. അതായത് ഒരു ആർക്കിലും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലും മേക്ക് ചെയ്യുന്ന ആംഗിൾസ് സം എന്ന് പറയുന്ന 180 ഡിഗ്രി ആയിരിക്കും. ആ 180 ഡിഗ്രിയെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന്, സപ്ലിമെന്ററി എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്ത സെക്ഷനിലെ കുറച്ച് കണക്കുകൾ, നമ്മൾ ആകെ 3-4 കണക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് എല്ലാ കണക്കൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ
ഇനി ആ കണക്കുകളെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അതിന്റെ ആൻസേഴ്സ് എല്ലാം മെസ്സേജ് ആയിട്ടായി. അതിൽ എന്തെങ്കിലും സംശയങ്ങളുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സാറിന്റെ നമ്പർ മേടിച്ച് എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പൊ ഈ സെക്ഷനിലെ കുറച്ച് വർക്കൗട്ട് കണക്കിലേക്ക് നമുക്ക് നീങ്ങാം. ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് വർക്കൗട്ട് പേജ് നമ്പർ 53 കിടക്കുന്ന കുറച്ച് കണക്കിലേക്ക് നമുക്ക് നീങ്ങാം. അതിൽ ആദ്യം കിടക്കുന്ന കണക്കാണ് ഈ തന്നിരിക്കുന്ന ABC എന്ന് പറയുന്ന ട്രയാങ്കിളിലെയും OBC എന്ന് പറയുന്ന ട്രയാങ്കിളിലെയും എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് ചോദ്യം. അതിൽ O എന്ന് പറയുന്ന സെന്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പടം നോക്കുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പം കണ്ടുപിടിക്കേണ്ടതാണ് ABC എന്ന് പറയുന്ന ട്രയാങ്കിളിലെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. BOC എന്ന് പറയുന്ന ട്രയാങ്കിളിലെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ നോക്കിക്കോളാ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഏതൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ള? ട്രയാങ്കിൾ ABCയിലെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. ട്രയാങ്കിൾ BOCയിലെ എല്ലാ ആംഗിളും നമുക്ക് കണ്ടുപിടിക്കും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ അതാണ്ട് എയും ഓയും കൂടി നമ്മൾ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. നമുക്ക് ജോയിൻ ചെയ്തതിനു ശേഷം ഇത് 30 ഡിഗ്രി ആയ സ്ഥിതിക്ക് ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആണ് നമുക്കറിയാം, ആണല്ലോ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 20 ഡിഗ്രി ആയ സ്ഥിതിക്ക് ഇത് എത്രയായിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ BAC എന്ന് പറയുന്നത് BAC എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? നമുക്ക് 20യും 30യും തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് നമുക്ക് 50 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം അല്ലെ, BOC എന്ന് പറയുന്ന ആംഗിളിന്റെ ഡബിൾ ആണ് എന്ന് പറയുന്ന ആംഗിൾ BAC എന്ന് പറയുന്നത് അല്ലെ, അത് എത്രയും നമുക്ക് കിട്ടി? 50 ഡിഗ്രി കിട്ടിയെങ്കിൽ ആംഗിൾ BOC എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇവിടെ? അതിന്റെ ഡബിൾ ആയിട്ടുള്ള 100 ഡിഗ്രി ആയിരിക്കും. നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് അതിന്റെ മറുചാപത്ത് ഉണ്ടാക്കുന്ന കോണളവ് എന്ന് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അല്ലെ. അത് വെച്ചുകൊണ്ട് ഇത് 100 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ബാക്കി രണ്ട് കോണും നമുക്ക് എഴുതാൻ പറ്റും. എത്ര ഡിഗ്രി വീതം വരും? ബാക്കി എത്ര ഉണ്ട്? ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡ് എന്താണ് നമുക്കറിയാം? ഈക്വൽ ആണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് 100 ഡിഗ്രി കിട്ടിയ സ്ഥിതിക്ക് ബാക്കി എത്ര ഉണ്ട്? 80 ഡിഗ്രി ഉണ്ട് അല്ലെ, 80 ഡിഗ്രി ഉണ്ട്. അതിനെ രണ്ട് ഈക്വൽ ആയിട്ട് അങ്ങ് ഭാഗിക്കുക അല്ലെ, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്രയെന്ന് കിട്ടും? നമുക്ക് 40 ഡിഗ്രി എന്ന് കിട്ടും, 40 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ട്രയാങ്കിൾ ABCയിലെ എല്ലാ ആംഗിളും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഏതാണ്? ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ A എന്ന് പറയുന്നത് 50 ഡിഗ്രി, ആംഗിൾ B എന്ന് പറയുന്നത് 40യും 20യും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. അതുപോലെ തന്നെ ആംഗിൾ C എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 40യും 30യും കൂടെ ആഡ് ചെയ്യുമ്പോൾ അല്ലെ, 40ഉം 30ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം ഇത്രയും നമുക്ക് കിട്ടും. ഇനി അടുത്ത BOC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ, ത്രികോണം പരിഗണിക്കുമ്പോൾ അവിടെയും 3 ആംഗിൾസ് നമ്മുടെ കയ്യിലുണ്ട്. അതും എടുത്തെഴുതുക നമുക്കുള്ള ആൻസർ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ തന്നെ, ഈ ഒരു കണക്കിൽ തന്നെ ഇതുപോലെ 2 എണ്ണം കൂടെ നമുക്ക് കിടപ്പുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അതിന്റെ ആൻസേഴ്സ് എല്ലാം ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തേക്കണം. എല്ലാം സാറ് തന്നെ പറഞ്ഞുകൊണ്ടെന്ന് കഴിഞ്ഞാൽ പഠിക്കുന്നത് നടക്കത്തില്ല. അപ്പൊ നിങ്ങളും കൂടെ സ്വയം ചെയ്തു നോക്കുക. അപ്പം നമ്മുടെ അടുത്തുണ്ടായിരുന്നു എങ്കിൽ നമുക്കിത് പറഞ്ഞെന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാറ്, എന്നിട്ട് സാർ ആൻസർ പറഞ്ഞു തരുമ്പോൾ ക്ലിയർ ആയി. ഇതിപ്പോ നിങ്ങൾ ഒന്നുമില്ലാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരുന്ന നമുക്ക് പഠിക്കാൻ പറ്റില്ല. കണക്ക് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ചെയ്തു നോക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ സെക്ഷനിൽ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ആദ്യത്തെ സെക്ഷനിലെ വർക്കൗട്ട് കണക്കുകൾ മൊത്തം ചെയ്തു നോക്കണം. പാടായിട്ട് വരും. സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് പിന്നീടുള്ള എന്താണ് സാർ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റും. ഓർത്തോളൂ. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യത്തിൽ ഒരു ക്ലോക്ക് ആണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ക്ലോക്ക് ആണ് തന്നിരിക്കുന്നത്. ആ ക്ലോക്കിൽ ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് വേണം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതാണ് ചോദ്യം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യണം. ഞാൻ കണ്ട ഈ ട്രയാങ്കിളിന് പേരുകൾ കൊടുക്കുകയാണ്. ABC എന്ന പേരുകൾ കൊടുക്കാമല്ലോ. കൊടുത്തതിന് ശേഷം നമുക്കറിയാം ഇവിടെ എത്ര മണിക്കൂറാണ് തന്നിരിക്കുന്നത്? 12 മണിക്കൂർ ഗ്യാപ്പ് അല്ലേ, അതായത് 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോ സെക്ഷനിലും അല്ലെ 1 മണിക്കൂർ ഗ്യാപ്പില് എത്ര ആംഗിൾ വരും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മൊത്തത്തിൽ നമുക്ക് എത്ര ഡിഗ്രി ആണെന്ന് അറിയാം, 360 ഡിഗ്രി ആണെന്ന് അറിയാം. അതിനെ എത്രയായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 12 ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ആണല്ലോ. അപ്പോൾ 1 മണിക്കൂറിനിടയിൽ വരുന്ന കോണളവ്, ഈ 1 മണിക്കൂറിനിടയിൽ വരുന്ന കോണളവ്, സെൻട്രൽ ആംഗിൾ ആണ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ കിട്ടുന്ന കോണളവ് വെറുതെ വരച്ചു എന്നുള്ളതേ ഉള്ളൂ.
അപ്പൊ ഈ കിട്ടുന്ന കോണളവ് നമുക്ക് എത്ര ഡിഗ്രി കിട്ടുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. മൊത്തത്തിൽ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 12 പാർട്ടായിട്ടുണ്ട്. അതായത് അപ്പൊ നമുക്കിവിടെ എന്താണ്, 1 മണിക്കൂർ ഗ്യാപ്പിനിടയിലെ കോണളവാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രി വരുമെന്ന് നമുക്കറിയാം. ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ 360 ഡിഗ്രി വരുമെന്ന് നമുക്കറിയാം. അതിനെ 12 ആയിട്ട് നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്യും. 12 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എത്രയും കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ 1 മണിക്കൂർ ഗ്യാപ്പിലെ കോണളവ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? നമുക്കിപ്പോ അറിയാം 1 മണിക്കൂർ ഗ്യാപ്പിലെ കോണളവ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 30 ഡിഗ്രി എന്ന് നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. അപ്പം ഇവിടെ 11, ഇവിടെ 12. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് O എന്ന് പേര് കൊടുത്തു. നമുക്ക് AOB എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ, അതായത് AB എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ AOB നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ C എത്രയും നമുക്ക് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കിക്കോളൂ. ആണേ, ഞാൻ അതിന്റെ സെൻട്രൽ ആംഗിൾ വരച്ചു. സെൻട്രൽ ആംഗിൾ വരച്ചപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എത്ര മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട് നോക്കൂ. 1, 2, 3, 4. അപ്പോൾ ഈ 4 മണിക്കൂർ ഗ്യാപ്പിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1 മണിക്കൂറിൽ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പൊ 4 മണിക്കൂർ ആകുമ്പോൾ 4 × 30. അപ്പൊ എത്രയും കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ നമുക്ക് എത്രയും കിട്ടി? 120 ഡിഗ്രി എന്ന് കിട്ടും. ഈ തന്നിരിക്കുന്ന AB എന്ന് പറയാം, ഈ ആർക്കിന്റെ ഈ ചാപത്തിന്റെ കേന്ദ്രകോണം എത്രയാണ്? 120 ഡിഗ്രി കിട്ടിയ സ്ഥിതിക്ക് ആംഗിൾ C എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. എന്താണ്? ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ ഇത് 120 ഡിഗ്രി ആയതുകൊണ്ട് ഇതിന്റെ പകുതി എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും ആംഗിൾ C എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആംഗിൾ BOC നമുക്ക് കണ്ടുപിടിച്ചൂടെ? BOC എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര ഭാഗങ്ങളുണ്ട് നോക്കിയേ. 1, 2, 3 ഭാഗങ്ങളാണുള്ളത്. അപ്പം 3 × 30. 3 × 30 ആകുമ്പോൾ എത്ര ഡിഗ്രി? 90 ഡിഗ്രി ആയി. അപ്പൊ ഇത് നമുക്ക് എത്രയെന്ന് കിട്ടി? 90 ഡിഗ്രി കിട്ടി. അപ്പോൾ അതിന്റെ മറുചാപത്തിൽ ഉണ്ടാകുന്ന കോണാണ് ഏതെന്ന് പറയുന്നത്? ആംഗിൾ A എന്ന് പറയുന്നത്. കോൺ A എന്ന് പറയുന്നത്. അപ്പോൾ കോൺ A സമം നമുക്ക് എത്രയെന്ന് എഴുതാം? 90 ഡിഗ്രിയുടെ പകുതി എത്രയാണ്? 45 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് കോൺ AOC കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കണ്ടുപിടിക്കാം? കോൺ B യും കണ്ടുപിടിക്കാം. കോൺ AOC എത്രയും നോക്കാം. എത്ര ഭാഗങ്ങളുണ്ട് നോക്കാം. 1, 2, 3, 4, 5 ഭാഗങ്ങളുണ്ട്. അപ്പോൾ 5 × 30 എത്രയെന്ന് കിട്ടും? 150 ഡിഗ്രി എന്ന് കിട്ടും. ആണല്ലോ. അപ്പോൾ കോൺ AOC എന്ന് പറയുന്നത് 150 ഡിഗ്രി കിട്ടിയ സ്ഥിതിക്ക് കോൺ B നമുക്ക് എത്രയെന്ന് എഴുതാം? കോൺ B സമം ഏതിന്റെ പകുതിയായിരിക്കും? 150 ഡിഗ്രിയുടെ പകുതിയായിരിക്കും. അപ്പൊ എത്രയെന്ന് എഴുതാം? 75 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, സംശയമുള്ളവർക്ക് എന്ത് ചെയ്യാം? ഈ കോണുകളെല്ലാം കൂടെ കൂട്ടി നോക്കാം. ഈ കോണുകളെല്ലാം കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ ചെയ്തത് ശരിയാണ് എന്ന് പറയാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചോദ്യത്തിൽ തന്നെ വീണ്ടും ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ക്യാൻ ബി മേക്ക് ബൈ ജോയിനിങ് നമ്പേഴ്സ് ഓൺ ദി ക്ലോക്ക് സ്പേസ്? അതായത് ഈ ക്ലോക്കിലെ ഈ മണിക്കൂറുകൾ കാണിച്ചിട്ടുണ്ടല്ലോ, 1, 2, 3. ഈ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, എത്ര ഈ ഓരോ ജോഡി പെയറുകളും വെച്ചിട്ട് നമുക്ക് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ഓരോ കോണും എത്ര ഡിഗ്രി വീതം വരണം? 60 ഡിഗ്രി വീതം വരണം. ആണല്ലോ. അങ്ങനെ 60 ഡിഗ്രി വരണമെങ്കിൽ കേന്ദ്രകോൺ എത്ര ഡിഗ്രി വീതം വരണം? 120 ഡിഗ്രി വീതം വരണം. അങ്ങനെ 120 ഡിഗ്രി വീതം വരണമെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, നേരത്തെ 4 ഭാഗങ്ങൾ എടുത്തപ്പോഴാണ് 120 വന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 4 ഭാഗങ്ങൾ വീതം എടുക്കാം. നോക്കിക്കോളേ. അപ്പം 1-ൽ തുടങ്ങി, 1 ആദ്യ നമ്പർ 1 എടുത്തു എന്ന് വിചാരിക്കാം. 4 ഭാഗമാകുമ്പോൾ 1, 2, 3, 4 ഭാഗമാകുമ്പോൾ എവിടെ വന്നിരിക്കും? 5-ൽ വന്നിരിക്കും. അപ്പൊ 1 എടുത്തു, 5 എടുത്തു. ഇനി അടുത്ത വീണ്ടും 4 ഭാഗം നോക്കാം. 5-ൽ നിന്ന് 1, 2, 3, 4. ഓക്കെ, 4 ആകുമ്പോൾ എവിടെ വന്നിരിക്കും? 9-ൽ വന്ന് നിൽക്കും. ആണല്ലോ. അപ്പൊ വീണ്ടും 4 ഭാഗം ഉണ്ടോ നോക്കാം നമുക്ക്. 1, 2, 3, 4. കറക്റ്റ് ആയി. എല്ലാം എത്ര വീതം വന്നു? കേന്ദ്രകോണം എത്ര ഡിഗ്രി വീതം വരും? 120 ഡിഗ്രി വീതം വരും. അപ്പോൾ ഓരോ ത്രികോണത്തിന്റെ ഓരോ കോണുകൾ എത്ര ഡിഗ്രി വീതം തന്നെ നമുക്ക് കിട്ടും? 60 ഡിഗ്രി വീതം തന്നെ കിട്ടും. അപ്പം അതൊരെണ്ണമായി. അപ്പോൾ
ഇതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാണ് സാർ ഒന്ന് വരച്ച് കാണിക്കുകയാണ്. എങ്ങനെയാണ്? 1 തുടങ്ങി 5 9 അങ്ങനെ ഇങ്ങനെ ഒരു ത്രികോണം കിട്ടി. ഇനി അടുത്ത നമുക്ക് 2 നിന്നും തുടങ്ങാമല്ലോ. 2 നിന്നും തുടങ്ങുമ്പോൾ എങ്ങനെ വരും? ഇവിടെ വീണ്ടും 4 പോയിന്റ് ആവുമ്പോൾ 2 നിന്നും തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും എത്രയിൽ വരും? അടുത്ത പോയിന്റ് എന്ന് പറയുന്ന 6, അടുത്ത പോയിന്റ് എന്ന് പറയുന്ന 10 1 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയും ഒരു ത്രികോണം വരയ്ക്കുക. ഏതിൽ നിന്നും തുടങ്ങി? 2 നിന്നും തുടങ്ങി 6 10 വീണ്ടും അത് നമ്മൾ യോജിപ്പിച്ചു. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും, ഒരു സമഭുജ ത്രികോണമായിരിക്കും കിട്ടുന്നത്. അവിടെയും കിട്ടുന്ന ഒരു സാധനം. വീണ്ടും നമുക്കൊരു കാര്യം ചെയ്യാം, 3 തുടങ്ങാം. 3 തുടങ്ങുമ്പോൾ എങ്ങനെ വരുടെ? പിന്നെ 7 11 3 വീണ്ടും 1 കണ്ടോ? അപ്പോഴും കിട്ടുന്ന എന്തായിരിക്കും? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ അടുത്ത ജോഡി ഏതാണ്? 3 10 അല്ല 3 11 അല്ലെ? 11 ഏതാണ്? 3 6 11 3 7 11 7 11 3 7 11. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഏതായിരിക്കും? 4 തുടങ്ങിക്കഴിഞ്ഞാൽ 8 വരും. പിന്നെ എത്രയിൽ പോവും? 12 പോവും. വീണ്ടും 4 അവസാനിക്കും. അപ്പൊ അതാണ് ഇങ്ങനെ വരും. അപ്പൊ അവിടെ കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 4 8 12. വീണ്ടും നമ്മൾ എത്രയിൽ തന്നെ തുടങ്ങണം? വീണ്ടും കറങ്ങി ഒന്ന് വീണ്ടും 1 തുടങ്ങണം. 1 നമ്മൾ ആൾറെഡി തുടങ്ങി വരച്ചിട്ടുണ്ട്. അവനെ വീണ്ടും എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ എത്ര ജോഡികൾ നമുക്ക് കിട്ടും? എത്ര പെയേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്? 4 പെയേഴ്സ് ഓഫ് 4 പെയേഴ്സ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് കിട്ടും. 4 ജോഡിയാണ് കിട്ടും. 4 ജോഡിയാണ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ള കുറച്ച് വരയ്ക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, വരയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വരയ്ക്കുന്ന കാര്യം ഒന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് വരയ്ക്കാനുള്ള കുറച്ച് കണക്കുകളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അതിൽ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് താഴെ തന്നിട്ടുണ്ട്. അതിലെ കണ്ടീഷൻസ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ആ സ്പെസിഫൈ ചെയ്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫിഗർ വരയ്ക്കുക. അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതില് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അതിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, all angles on one part 80 ഒരു പാർട്ടിലെ ആംഗിളുകളെല്ലാം എത്ര ഡിഗ്രി വരണം? 80 ഡിഗ്രി. അതായത് സർക്കിൾ വരച്ച് അതിനെ 2 പാർട്ട് ആക്കണം. സർക്കിൾ ചോദ്യം ഇതാണ്, ഒരു സർക്കിൾ വരച്ച് അതിനെ 2 പാർട്ട് ആക്കണം. ആ 2 പാർട്ട് ആക്കുന്നതിലുള്ള കണ്ടീഷൻസ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലെ ആദ്യത്തെ കണ്ടീഷനാണ് ഏതെന്ന് പറയുന്നത്, ഒരു പാർട്ടിലെ ആംഗിൾ 80 ഡിഗ്രി വരണം. അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ റഫായിട്ടൊന്ന് വരച്ചു നോക്കാം. റഫായിട്ട് വരയ്ക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിൾ വരച്ചതിൽ ഇതാ ഒരു കോഡും കൂടി വരച്ചു. കോഡ് വരച്ചപ്പോൾ 2 പാർട്ടായി. ഈ 2 പാർട്ടായതിൽ ഈ ഒരു ആംഗിൾ, ഈ പാർട്ടിലെ ആംഗിൾസ് എല്ലാം എത്ര വരണം? 80 ഡിഗ്രി വരണം. ഇതാണ് ചോദ്യം. അതായത് ഇത് 80 ഡിഗ്രി ആണ് എങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും? ഇവിടെ ഈ കോഡിന്റെ അല്ലെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 160 ഡിഗ്രി ആയിരിക്കും. ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തിരിച്ച് വരച്ചു തുടങ്ങാം. എങ്ങനെ വരയ്ക്കാം? ആദ്യമേ ഒരു സർക്കിൾ വരച്ചിട്ട് ഈ 160 വരയ്ക്കാൻ നമുക്ക് പാടില്ല. എന്ത് ചെയ്യാം? ആദ്യം തന്നെ ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കും. ഓക്കെ, സർക്കിൾ വരച്ചതിന് ശേഷം അതില് നമുക്ക് എന്ത് ചെയ്യാം? ഒരു റേഡിയസ് വരയ്ക്കും. റേഡിയസ് വരച്ചതിന് ശേഷം പ്രൊട്രാക്ടർ കൊണ്ടുവച്ചിട്ട് എത്ര ഡിഗ്രി? ഇവിടെ നിന്നോട്ട് ഒരു 160 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യുന്നു? അടയാളപ്പെടുത്തുന്നു. അതങ്ങോട്ട് വരയ്ക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 160 ഡിഗ്രി വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇനി വേറെ ഒന്നും വേണ്ട, സ്കെയിലും പെൻസിലും ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഒരു ആംഗിൾ മേക്ക് ചെയ്താൽ മതി. അപ്പൊ ഇത് എത്ര ഡിഗ്രി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും? 80 ഡിഗ്രി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം സർക്കിളിനെ 2 പാർട്ട് ആക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2 പാർട്ട് ആയിട്ടില്ല. നമുക്ക് എന്തേ ആയിട്ടുള്ളൂ? നമ്മളിവിടെ 80 ഡിഗ്രി, ഒരു പാർട്ടിലെ ആംഗിൾ 80 ഡിഗ്രി ആക്കിയേ നമ്മൾ വരച്ചിട്ടുള്ളൂ. 2 പാർട്ട് ആക്കണമെങ്കിൽ അവിടെ എന്തും കൂടെ വരയ്ക്കണം? ഒരു കോഡും കൂടെ വരയ്ക്കണം. അപ്പൊ കോഡ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്തായി?
സർക്കിളിനെ 2 പാർട്ടാക്കി. അതിൽ ഒരു പാർട്ടിലെ ആംഗിൾ എത്രയായി? 80 ഡിഗ്രി ആയി കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എല്ലാവർക്കും വരയ്ക്കാം. അപ്പൊ എല്ലാവർക്കും ഒന്നാമത്തെ ചോദ്യം വരയ്ക്കാൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് all angles on one part 110 ഡിഗ്രി 110 ഡിഗ്രി വരണം. ഒരു പാർട്ടിലെ ആംഗിൾസ് എല്ലാം എത്ര ഡിഗ്രി വരണം? 110 ഡിഗ്രി വരണം. അപ്പോൾ അത് എങ്ങനെ വരയ്ക്കുന്നുണ്ട്? അപ്പം നമുക്കൊരു സംശയം. നമ്മൾ നേരത്തെ വരച്ച പോലെ വരച്ചു നോക്കി. ഒരു റഫായിട്ട് ഒരു പടം വരച്ചപ്പോൾ അത് എത്ര വരുന്നു? ഒരു പാർട്ടിലെ ആംഗിൾ, അതായത് ഒരു കോഡ് വരച്ചു, അതിൽ ഒരു പാർട്ടിലെ ആംഗിൾ വരച്ചപ്പോൾ എത്ര വരണം? 110 ഡിഗ്രി വരണം. അപ്പൊ നമ്മൾ അതിന്റെ സെൻട്രൽ ആംഗിൾ വരച്ചു നോക്കിയപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര ഡിഗ്രിയാണ്? 220 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ പൊട്ടാക്ടർ എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ പൊട്ടാക്ടറിൽ എത്ര വരെ ഉള്ളൂ? എത്ര വരെ ഉള്ളൂ? 180 ഡിഗ്രി വരെ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് 220 ഡിഗ്രി വരയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എത്ര വരുമെന്ന് നമുക്കറിയാം. 360 ഡിഗ്രി വരുമെന്ന് അറിയാം. അതിൽ 220 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? ബാക്കി എത്ര ഉണ്ട്? 140 ഡിഗ്രി ഉണ്ട് ആണല്ലോ. അപ്പൊ നമുക്ക് 140 വരയ്ക്കുന്നതാണ് എളുപ്പം, 220 വരയ്ക്കുന്നതാണ് എളുപ്പം. ഡെഫിനറ്റ്ലി നമുക്ക് ഏത് വരയ്ക്കുന്നതാണ് എളുപ്പം? 140 ഡിഗ്രി വരയ്ക്കുന്നതാണ് എളുപ്പം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമ്മൾ നേരത്തെ തുടങ്ങിയതുപോലെ ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിളിന് റേഡിയസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവുകൾ എടുക്കുക. ഓക്കെ, നമ്മൾ സർക്കിൾ വരച്ചതിന് ശേഷം സെന്റർ നമ്മുടെ കയ്യിൽ കാണുമല്ലോ. നമ്മൾ എന്ത് ചെയ്യാം? ഒരു റേഡിയസ് വരയ്ക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിലേക്ക് റേഡിയസ് വരയ്ക്കും. എന്നിട്ട് എത്ര ഡിഗ്രി അടയാളപ്പെടുത്തുക? എത്ര ഡിഗ്രിയാണ്? ഒരു 140. നേരത്തെ നമ്മൾ വരച്ച പോലെ ഒരു 140 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തുക. കിട്ടിയാലോ? ഇത് 140 ഡിഗ്രി ആയ സ്ഥിതിക്ക് മറ്റേ ആംഗിൾ എത്രയായിരിക്കും? അതിന് ഓപ്പോസിറ്റ് ആയിരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 220 ഡിഗ്രി ആയിരിക്കും. അതിന് സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ 220 ഡിഗ്രി നമുക്ക് കിട്ടി. അപ്പൊ 220 ഡിഗ്രി വന്നിരിക്കുന്ന മുകളിലാണ്. അപ്പൊ നമ്മൾ 110 ഡിഗ്രി വരയ്ക്കേണ്ട എങ്ങോട്ടാണ്? താഴേക്കാണ് വരയ്ക്കേണ്ടത് അല്ലെ? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിലാണ് വരയ്ക്കാനുള്ളത്. അപ്പം ഈ വരയ്ക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 110 ഡിഗ്രി ആയിരിക്കും. 110 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് എത്രയായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇനി നമ്മളെ പരിപാടി കഴിഞ്ഞില്ല. എന്താണ്? ഇതിനെ 2 പാർട്ട് ആക്കണമെന്നാണ് പറഞ്ഞത് അല്ലെ? അതില് നമുക്ക് എന്ത് ചെയ്യാം? 2 പാർട്ട് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഒരു കോഡും കൂടെ വരയ്ക്കാം, ഒരു ഞാണും കൂടെ വരയ്ക്കാം. അപ്പോൾ അതെന്തായി? 2 പാർട്ടായി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും വരയ്ക്കുമ്പോൾ രണ്ടാമത്തെ ചോദ്യം കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് all angles on one part half of all angles on the other. അതായത് ഒരു പാർട്ടിലെ ആംഗിൾ എന്ന് പറയുന്നത് മറ്റേ പാർട്ടിലെ ആംഗിളിന്റെ എന്തായിരിക്കണം? പകുതി ആയിരിക്കണം. ഓക്കെ, അതെങ്ങനെ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. all angles on one part half of all angles on the other. ചോദ്യം ഇതാണ്. all angles on one part half of all angles on the other. അതായത് നമുക്ക് എന്ത് ചെയ്യാം? റഫ് ആയിട്ടൊന്ന് വരച്ചു നോക്കാം. ഒരു സർക്കിള്, അതിലെ 2 പാർട്ട് ആക്കുന്നു. ഒരു പാർട്ടിലെ ആംഗിളും മറ്റേ പാർട്ടിലെ ആംഗിൾ, ഈ രണ്ടെണ്ണമുള്ള നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഇത് x ആണെങ്കിൽ ഇത് എത്ര ആകണം? ഇതിന്റെ പകുതി x/2 ആകണം. അതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതിനെ 2x ഉണ്ട്. അപ്പോൾ ഇത് എത്ര ആകണം? x ആകണം. അതിന്റെ പകുതി ആയിട്ടുള്ള x ആകണം. അതായത് ഈ 2x-ഉം x-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ, കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാം. എത്ര കിട്ടൂടെ? 180 ഡിഗ്രി കിട്ടുമെന്ന് നമുക്കറിയാം. സപ്ലിമെന്ററി എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഒരു ആർക്കിലും അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിലും മേക്കുന്ന ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി, അല്ലെങ്കിൽ അത് രണ്ടും സപ്ലിമെന്ററി ആണ് എന്ന് നമ്മൾ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചുകൊണ്ട് 2x-ഉം x-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാം? 180 ഡിഗ്രി. അതായത് 3x സമം നമുക്ക് എത്രയെന്ന് കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ x സമം നമുക്ക് എത്രയെന്ന് എഴുതാം? 180/3 ഈക്വൽസ് 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ x-ന്റെ സ്ഥാനത്ത് എത്ര വരണം? 60 ഡിഗ്രി വരണം. ഇത് 60 ഡിഗ്രി വരണമെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്ര വരണം? 120 ഡിഗ്രി വരണം. അതായത് ഇതിന്റെ ഡബിൾ ആയി വരണം. അതാണല്ലോ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ വരയ്ക്കാം.
അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് റേഡിയസ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർക്കിൾ വരയ്ക്കാം. നിങ്ങൾ ഒരുപാട് വലിയ അളവൊന്നും എടുക്കണ്ട, മാന്യമായിട്ടുള്ള ഒരളവ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അതില് നമ്മളൊരു റേഡിയസ് വരയ്ക്കുക. ആ റേഡിയസ് വെച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് എത്ര ഡിഗ്രി വരയ്ക്കുക, 120 ഡിഗ്രി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 120 ഡിഗ്രി വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, നമ്മളെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആർക്കിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്യുക. അത് എത്ര ഡിഗ്രി എന്ന് കിട്ടും, 60 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നിങ്ങൾ വീണ്ടും വരയ്ക്കണം നിർബന്ധമല്ല. എന്താണ്, വീണ്ടും 120 എടുത്ത് വീണ്ടും വരയ്ക്കണം നിർബന്ധമല്ല. എന്ത് ചെയ്താൽ മതി, നേരെ താഴേക്ക് ആ ആർക്കിൽ എവിടെയെങ്കിലും ഒരു ആംഗിൾ കൂടെ മേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് 60 ഡിഗ്രി ആയ സ്ഥിതിക്ക് ഇത് എത്രയായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു ആർക്കിൽ ആംഗിൾ 60 ഡിഗ്രി, മറ്റേ ആംഗിൾ അതിന്റെ ഡബിൾ ആയിട്ടുള്ള 120 ഡിഗ്രി ആയി. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒരു ഫിഗർ ആയി. അപ്പൊ നമ്മളെ ചോദ്യം തീർന്നില്ല, നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പൊ എന്ത് ചെയ്യണം, 2 പാർട്ട് ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 പാർട്ട് ആക്കണമെങ്കിൽ എന്തും കൂടെ വരയ്ക്കുക, ഒരു കോഡും കൂടെ വരയ്ക്കുക. അപ്പോൾ സർക്കിൾ എന്തായി, 2 പാർട്ടായി. 2 പാർട്ടായി. അതിൽ ഒരു പാർട്ടിലെ ആംഗിൾ 60 ഡിഗ്രി, മറ്റേ പാർട്ടിലെ ആംഗിൾ 120 ഡിഗ്രി. ഓക്കെ, കറക്റ്റ് ആയി. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ഇനി നമുക്ക് എന്താണ്, അടുത്ത ഒരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് ഈ ഒരു ചോദ്യത്തിലെ അവസാനത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 1 ആൻഡ് എ ഹാഫ് ടൈംസ് ദി ആംഗിൾസ് ഓൺ ദി അതർ. അതായത് ഒരു പാർട്ടിലെ ആംഗിൾ എന്ന് പറയുന്നത് മറ്റേ പാർട്ടിലെ ആംഗിളിന്റെ 1.5 ടൈംസ്, അതായത് 1.5 മടങ്ങാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അതായത് ഒരു സർക്കിൾ, ഈ സർക്കിളിലെ 2 പാർട്ട്, അതിലെ ഒരു പാർട്ടിലെ ആംഗിള് എക്സ് ആണെന്ന് ഇരിക്കട്ടെ. അതിന്റെ 1.5 മടങ്ങ് ആണ് അതിന്റെ ഓപ്പോസിറ്റ് ആയി വരുന്ന മറ്റേ ആർക്കിലെ ആംഗിൾ എന്ന് പറയും. അപ്പോൾ 1.5 മടങ്ങ് എന്ന് പറയുമ്പോൾ എക്സിന്റെ 1.5 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2x, അല്ലെങ്കിൽ 1.5 എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ഞാനിത് എന്താക്കി എഴുതി, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയാണ് എഴുതിയിരിക്കുന്നത്, വിഷമഭിന്നമാക്കിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 3/2x എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലായ കേസ്. ഇനി ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്കറിയാം ഈ എക്സും 3/2x കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ നേരത്തെ എത്ര കിട്ടുമെന്ന് അറിയാം, 180 ഡിഗ്രി കിട്ടും നമുക്കറിയാലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് തമ്മിൽ അങ്ങ് കൂട്ടിയെടുക്കാം. എത്ര കിട്ടും, 2x + 3x/2 = 180. അതായത് നമുക്കിവിടെ 5x/2 = 180. ഇതിൽ നിന്ന് 5x സമം നമുക്ക് എത്ര എഴുതാം, 180 × 2, x = 180 × 2/5. അപ്പൊ എത്ര കിട്ടൂടെ, 72 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വില നമുക്ക് എത്രയെന്ന് കിട്ടും, 72 ഡിഗ്രി എന്ന് കിട്ടും. എക്സ് എത്രയെന്ന് കിട്ടി, 72 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ നമുക്ക് 72 ഡിഗ്രി വരയ്ക്കാൻ വലിയ പാടില്ല. എന്ത് ചെയ്ത് കൊടുത്താൽ മതി, സെൻട്രൽ ആംഗിൾ അതിന്റെ ഡബിൾ എടുക്കുക. എത്രയാണ്, 144 ഡിഗ്രി കിട്ടും. അപ്പൊ നമുക്ക് 140 നേരത്തെ വരച്ചതുപോലെ 72 ഡിഗ്രി നമുക്ക് ഒരു പാർട്ടിലെ ആംഗിൾ 72 ഡിഗ്രി ആക്കി നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അതായത് ഇത്രയേ ഉള്ളൂ. ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ റേഡിയസ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കും. വരച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഒരു ആരം വരയ്ക്കുക. ആ ആരത്തിൽ നിന്ന് എത്ര ഡിഗ്രിയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്, 140 ഡിഗ്രി. അപ്പം ആ 140 ഡിഗ്രി നമ്മളൊന്ന് അടയാളപ്പെടുത്തുക, 144 ഡിഗ്രി. ഓക്കെ, അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിലേക്ക് നമ്മളൊരു ആംഗിൾ മേക്കുന്നു. അപ്പൊ ഇത് എത്ര ഡിഗ്രി കിട്ടും, 72 ഡിഗ്രി എന്ന് കിട്ടും. ആണല്ലോ. അപ്പൊ നമുക്കുള്ള ആൻസർ ആയി കഴിഞ്ഞു. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്ത് വരയ്ക്കുന്നു, ആർക്കിൽ ഒരു ആംഗിൾ വരയ്ക്കുന്നു. അപ്പോൾ ഇത് ആൾറെഡി 2 പാർട്ടായി. 2 പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഡും കൂടെ വരച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിവൈഡ്. അതുപോലെ ഈ ആംഗിൾ എത്ര കിട്ടുമോ നമുക്ക് അറിയേണ്ട കാര്യമില്ല. എന്നാലും നമുക്ക് എന്താണ് ഒന്ന് നോക്കാം, എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കാം. എത്ര കിട്ടും, 108 ഡിഗ്രി എന്ന് കിട്ടും. സംശയമുള്ളവർക്ക് 72 ഡിഗ്രിയുടെ എത്ര മടങ്ങ് എടുത്തു നോക്കാം, ഒരു 1.5 ടൈംസ് എടുത്തു നോക്കാം. അപ്പൊ എത്രയെന്ന് കിട്ടും, 108 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് ഇത്രയാണ് ഈ കണക്കില് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു സെക്ഷനിലെ അടുത്ത ചോദ്യത്തിലെ 4ാമത്തെ ചോദ്യത്തിലെ പേജ് നമ്പർ 54-ലെ 4ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ചോദ്യം ഇതാണ്,
a rod bent into an angle is placed with its corner at the center of a circle and it is found that 1/10 of the circle lies within it. If it is placed with its corner on another side, another circle, what part of the circle would be within it? അതായത് ഒന്നുമില്ല, ചോദ്യം ഇതാണ് പറയുന്നത്. ഒരു റോഡ്, ഒരു കമ്പി നമ്മൾ വളച്ച് അതെന്ത് ചെയ്തിരിക്കുന്നു, ഒരു സർക്കിളിന്റെ സെന്റർ, അതിന്റെ കോർണർ സർക്കിളിന്റെ സെന്ററിൽ വരത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലേസ് ചെയ്തിരിക്കുക. ആ പ്ലേസ് ചെയ്തിരിക്കുമ്പോൾ ആ കിട്ടുന്ന സർക്കിൾ എന്ന് പറയുന്ന ഇത്രയും പാർട്ട് എന്ന് പറയുന്ന മൊത്തം സർക്കിളിന്റെയും 1/10 പാർട്ടാണെന്ന് പറയും. എന്നിട്ട് ഇത് തന്നെ ബെൻഡ് ചെയ്ത കമ്പി തന്നെ അല്ലെങ്കിൽ റോഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്തുകൊണ്ട് ഒരു സർക്കിൾ മറ്റൊരു സർക്കിളിന്റെ എവിടെ കൊണ്ടുപോയി നോക്കുന്നു, സർക്കിളിലെ പോയിന്റിലേക്ക് കൊണ്ടുപോയി. മറ്റൊരു സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടുന്ന സർക്കിളിന്റെ പാർട്ട് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു പാർട്ട്. ഈ പാർട്ട് ഈ സർക്കിളിന്റെ എത്ര ഭാഗമായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതുപോലെ ഫ്രാക്ഷൻ രീതിയിൽ നമുക്ക് എഴുതി കാണിക്കും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമുക്കൊരു ഫുൾ സർക്കിൾ, ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. ഈ ആംഗിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇത് എത്ര പാർട്ടാണ്? സർക്കിളിന്റെ 1/10 പാർട്ട് എന്ന് പറയുമ്പോൾ ഈ 360 ഡിഗ്രിയുടെയും 110 പാർട്ട് ആയിരിക്കത്തില്ലേ ഈ ആംഗിൾ എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംഗിള് നമുക്ക് എക്സ് ഡിഗ്രി എന്ന് എടുക്കാം. അപ്പൊ ആ എക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം എത്ര ഉണ്ടെന്ന് അറിയാം, 360 ഡിഗ്രിയുടെ 1/10 പാർട്ട് കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പൊ നമുക്ക് ഇത് രണ്ട് കട്ട് ചെയ്യാൻ നമുക്ക് എത്ര ഡിഗ്രി എന്ന് കിട്ടും, 36 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ അളവ് എത്രയെന്ന് കിട്ടും, 36 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ റോഡ് തന്നെയാണ്, ഈ വളച്ചു വെച്ചിരിക്കുന്ന കമ്പി തന്നെയാണ് എവിടെയും കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ ഈ അളവിന് എന്ത് ഉണ്ടാകത്തില്ല, വ്യത്യാസം ഉണ്ടാകത്തില്ല. ഇത് എത്ര ഡിഗ്രിയാണ്, 36 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് താണ്ടെ ഈ തന്നിരിക്കുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ, സെൻട്രൽ ആംഗിൾ ഇതാണെന്ന് വിചാരിക്കുക, ഈ സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നിങ്ങൾ നോക്കിക്കേ, ഇതൊരു ആർക്കാണ്. ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് താണ്ടെ ഈ തന്നിരിക്കുന്നത്. ഈ ഇവിടുന്ന് ഇവിടം വരെ ഉണ്ട് ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയും, ആണല്ലോ. അതിൽ മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ 36 ഡിഗ്രി ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും, 72 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 360 ഡിഗ്രിയിൽ 72 എത്ര പാർട്ടാണെന്ന് നോക്കിയാൽ പോരെ, നമുക്ക് ഈ ആർക്ക് എത്ര പാർട്ടാണെന്ന് കിട്ടത്തില്ലേ, സർക്കിളിന്റെ എത്ര പാർട്ടാണെന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 72 എന്ന് പറയുന്നത് 360യിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 360യിൽ 72 എത്രയാണെന്ന് കണ്ടുപിടിക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, താണ്ടെ ഇത് രണ്ടും കട്ട് ചെയ്യാം. ഇത് 2 36 വെച്ചാണ്, 36 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് 2 കിട്ടും. ഇവിടെ എത്രയെന്ന് കിട്ടും, 10 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് കട്ട് ചെയ്യാം, 1 5. അപ്പൊ നമുക്ക് എത്രയെന്ന് ആൻസർ കിട്ടും, 1/5 പാർട്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ആർക്ക് ലെന്ത് എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ഫുൾ സർക്കിളിന്റെ 1/5 പാർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഇൻ ദ പിക്ചർ O is the center of the circle and A, B, C are the points on the circle. ഓക്കെ, എന്താണ് തന്നിരിക്കുന്നത്? O എന്ന് പറയുന്ന വൃത്തകേന്ദ്രവും A, B, C എന്നിവ വൃത്തത്തിലെ 3 ബിന്ദുക്കളുമാണ്. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്, prove that angle OAC plus angle ABC equals 90 degree എന്ന് പ്രൂവ് ചെയ്യാം. ഏതൊക്കെയാണ് നമുക്ക് ആംഗിൾ നോക്കാം. ആംഗിൾ OAC അല്ലെ ഈ ആംഗിളും ആംഗിൾ ABC ഈ ആംഗിളൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യാം. അതിനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ തന്നെ ഈ ഓയും സിയും തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പൊ നമുക്കറിയാം ഈ രണ്ട് ആംഗിൾ എന്താണ്. ഇപ്പൊ കിട്ടിയ ട്രയാംഗിളില്
ഏതൊക്കെ ആംഗിൾ? ആംഗിൾ ഒ എ സിയും ആംഗിൾ ഒ സി എയും ഈക്വൽ ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതി തുടങ്ങാം? ജോയിൻ ഒ ആൻഡ് സി, ജോയിൻ ഒ ആൻഡ് സി എന്ന് നമ്മൾ എഴുതി. ഒയും സിയും നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ വി ഗെറ്റ് ട്രയാങ്കിൾ ഒ എ സി. അപ്പോൾ കൺസിഡർ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ട്രയാങ്കിൾ ഒ എ സി. അതിൽ AO ഈക്വൽസ് OC. നമുക്കറിയാവുന്ന കാര്യം എന്താണ്? റേഡിയൻ, ആരങ്ങൾ ആണല്ലോ. അപ്പം ആരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ കണ്ട ഈ ആംഗിളിനെ x ഡിഗ്രി എന്ന് എടുത്താൽ ഇത് എത്രയായിരിക്കും? x ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വരെയായിട്ട് എന്ത് എഴുതാം? എന്താണ്? ലെറ്റ് ആംഗിൾ OAC ഈക്വൽസ് x. then അടുത്ത ആംഗിൾ ഏതായത്? therefore ആംഗിൾ OCA also x ആയിരിക്കും. ആണല്ലോ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആംഗിൾ AOC എത്രയെന്ന് കണ്ടുപിടിക്കാം. AOC എത്രയായിരിക്കും ഇവിടെ? നമ്മൾ നേരത്തെയൊക്കെ കണക്കുകളിൽ ചെയ്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രിയിൽ നിന്നും ആ 2x അങ്ങ് കുറച്ചാൽ മതി. എക്സും കൂടെ 2x അങ്ങ് കുറയും. അപ്പോൾ നമുക്ക് OAC ആംഗിൾ AOC എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 180 മൈനസ് 2x എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് എത്രയെന്ന് കിട്ടി? 180 മൈനസ് 2x. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത്, ഈ ആംഗിളിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ആംഗിൾ ഏതാണ്? ആംഗിൾ ABC ഈക്വൽസ് എന്ത് എഴുതാം? 180 മൈനസ് 2x ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 180യുടെ പകുതി എത്രയാണ്? 90 മൈനസ് 2xന്റെ പകുതി എത്രയാണ്? x. അപ്പൊ 90 മൈനസ് x ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ആംഗിളൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ്? ആംഗിൾ OACയും ആംഗിൾ ABCയും ഒന്ന് ആഡ് ചെയ്യാം. ആംഗിൾ OACയും ആംഗിൾ ABCയും തമ്മിൽ ഒന്ന് ആഡ് ചെയ്യാം. ആംഗിൾ എന്താണ്? OAC നമുക്ക് എത്രയെന്ന് കിട്ടി? OAC നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നത്? x. ഓക്കെ, ഇവിടെ x എന്നല്ല എടുത്തിരിക്കുന്നത്. പ്ലസ് ഇനി അടുത്ത ഏതാണ്? ആംഗിൾ ABC. ആംഗിൾ ABC നമുക്ക് എത്രയെന്ന് കിട്ടി? 90 മൈനസ് x എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 90 മൈനസ് x എന്ന് ഇവിടെ എഴുതാം. അപ്പൊ ഇതിനകത്ത് പ്ലസ് എക്സും മൈനസ് എക്സും പോയിട്ട് നമുക്ക് എത്രയെന്ന് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ നമുക്കുള്ള ആൻസർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്തായാലും തെളിയിക്കേണ്ടിരുന്ന ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC ഈക്വൽസ് 90 ഡിഗ്രി എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടിരുന്നത്. അത് നമുക്കിപ്പോൾ കിട്ടി. അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് വരയ്ക്കാനുള്ളത്, ഡ്രോയിങ്. അതിൽ ഷുവറായിട്ടും പരീക്ഷയിൽ ചോദിക്കുന്ന കണക്കുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കണക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് ഈ സെക്ഷനിലെ എല്ലാ കണക്കുകളും പറഞ്ഞു തന്നെ പോകുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി പറയുന്ന കണക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കംറേഡിയസ് 3 centimeters and two of the angles 32.5 degree and 37.5 degree. അതായത് 32.5 ഡിഗ്രിയും 37 ഡിഗ്രി. ഓക്കെ, 7 ഡിഗ്രിയുമായിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിന് ഒരു സർക്കിൾ വരയ്ക്കാൻ വേണം. ആ സർക്കിളിന്റെ റേഡിയസ്, അതായത് പരിവൃത്തം വരയ്ക്കണം. ആ പരിവൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് എത്രയും വരണം? 3 സെന്റിമീറ്റർ വരണം. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു ട്രയാങ്കിൾ, ഇപ്പൊ ഈ കോണളവ് വെച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിനൊരു പരിവൃത്തം വരയ്ക്കുമ്പോൾ കറക്റ്റ് ആ പരിവൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്റർ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല അല്ലെ. ചിലപ്പോൾ കിട്ടാം, പക്ഷെ എല്ലായ്പ്പോഴും കിട്ടത്തില്ല. അത് കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും വരച്ചോണ്ടിരിക്കാൻ നമുക്ക് നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് എന്ത് ചെയ്യുക? ആദ്യം 3 സെന്റിമീറ്റർ റേഡിയസ് എടുത്തുകൊണ്ട്, ആരം എടുത്തുകൊണ്ട് ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കും. ഓക്കെ, ചോദ്യം നമുക്ക് ഒന്നേന്ന് പറഞ്ഞു തുടങ്ങാം. ഇതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം വരയ്ക്കാനുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ ഒന്നുകൂടെ വരികയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്:
Draw a triangle of circumradius 3 centimeters and two of angles 32.5 degree and 37.5 degree. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എത്ര വീതം വരണം? 32.5 ഡിഗ്രിയും വരണം, 32.5 ഡിഗ്രിയും വരണം, 37 ഡിഗ്രിയും വരണം. എന്നാൽ അതിന്റെ സർക്കം റേഡിയസ് എത്ര തന്നെ നമുക്ക് കിട്ടണം? നമുക്ക് 3 സെന്റിമീറ്റർ തന്നെ കിട്ടണം. അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യത്തില് നമ്മൾ ഒരിക്കലും ട്രയാങ്കിൾ വരച്ചിട്ട് സർക്കിൾ വരയ്ക്കാം എന്നൊരു ചിന്താഗതി വെക്കരുത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കാം. അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് റഫ് ആയിട്ടൊന്ന് വരച്ചു നോക്കാം. അതായത് ഒരു സർക്കിള് അതിലൊരു ട്രയാങ്കിൾ വരണം അല്ലേ? ആ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് 32.5 ഡിഗ്രിയും വരണം, 37.5 ഡിഗ്രിയും വരണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ സെൻട്രൽ ആംഗിൾസ് ഒന്ന് വരച്ചു നോക്കാം. സെൻട്രൽ ആംഗിൾസ് വരയ്ക്കുമ്പോൾ ഇത് 37.5 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും നമുക്കറിയാം? അതിന്റെ ഡബിൾ ആയിട്ടുള്ള 75 ഡിഗ്രി വരും നമുക്കറിയാം. അതുപോലെ തന്നെ ഇത് 32.5 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് എത്ര ഡിഗ്രി കിട്ടും? 65 ഡിഗ്രി എന്ന്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രിയും വരയ്ക്കാൻ നമ്മളിത് നേരത്തെ പറഞ്ഞ്, അതാണ് ഈ സെക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു 22.5 വരയ്ക്കുന്ന രീതിയൊക്കെ. അതുപോലെ തന്നെയാണ് ഇത്, ആ ഒരു തിയറി പാർട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സർക്കിൾ അങ്ങ് വരയ്ക്കാം. സർക്കിളിന്റെ റേഡിയസ് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 3 സെന്റിമീറ്റർ എന്നാ പറഞ്ഞത്. അപ്പൊ 3 സെന്റിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ വരയ്ക്കാം. 3 സെന്റിമീറ്റർ റേഡിയസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ചതിന് ശേഷം അതിലൊരു റേഡിയസ് നമുക്ക് വരയ്ക്കാം. വരച്ചതിന് ശേഷം എത്ര ഡിഗ്രി? 65 ഡിഗ്രിയും 75 ഡിഗ്രിയും. ഓക്കെ, അത് വരച്ചതിന് ശേഷം, അതായത് റേഡിയസ് വരച്ചതിന് ശേഷം നമുക്ക് എന്ത് വരയ്ക്കാൻ സാധിക്കും? 65 ഡിഗ്രി നമുക്ക് വരയ്ക്കാൻ സാധിക്കും. നമ്മൾ വരച്ചു, അടയാളപ്പെടുത്തി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒരു 75 ഡിഗ്രി നമുക്ക് അടയാളപ്പെടുത്താം. ഓക്കെ, ഇത് അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ഇത് ഇത്ര അടയാളപ്പെടുത്തിയപ്പോൾ സർക്കിൾ എന്ത് കിട്ടി? ഒരു 3 പോയിന്റ് കിട്ടി. ഏതൊക്കെയാണ്? 1, 2, 3. ഈ 3 പോയിന്റ് ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ സാധിക്കും? ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കും. അപ്പൊ നമ്മളുടെ ആൻസർ ഇതാണ്. ഈ ട്രയാങ്കിളിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും വരച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എത്രയെന്ന് എഴുതാം? ഇതിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ എഴുതാം. ഇനി ഈ ആംഗിളുകൾ എത്രയും നമുക്ക് നോക്കാം. നമ്മൾ നോക്കിയേ, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 65 ഡിഗ്രിയാണ്. അപ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് ആയിട്ടുള്ള ഈ ആർക്കിൽ മേക്ക് ചെയ്യുന്ന, ഇത് ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ ഉണ്ട്, മറുചാപം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ ഉണ്ട് അല്ലേ? കണ്ട് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ ഉണ്ട്. അപ്പോൾ അതിലെ ആംഗിൾ എന്ന് പറയുന്നത് 65 ഡിഗ്രിയുടെ പകുതി ആയിരിക്കും. അപ്പൊ എത്ര കിട്ടൂടെ? 32.5 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് 75 ആണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതി ഉപയോഗിച്ചുകൊണ്ട് ഇത് എത്ര ആയിരിക്കും? 37.5 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. വരയ്ക്കേണ്ട രീതി എല്ലാവർക്കും പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ നമ്മളിന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം, ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കൂടെ വരച്ചു വരിക. കൂടെ വരയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം ക്ലിയർ ആവും കാര്യങ്ങളൊക്കെ. നമ്മൾ റഫായിട്ട് ഇവിടെ വരച്ചു വെക്കുന്നതും ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഫിഗറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാര്യം റഫായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു ധാരണയില്ല അല്ലേ? ഏകദേശം ഇങ്ങനെയൊക്കെ വരും എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റും. പക്ഷെ ഇവിടെ വരയ്ക്കുമ്പോൾ കറക്റ്റ് അളവെടുത്താണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ഇവിടെ കിട്ടും. ഇനി നമ്മൾ ഇപ്പോൾ എടുത്ത അളവ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ, 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രി. ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഒന്ന് വരച്ചതിന് ശേഷം അടുത്തൊരു ചോദ്യത്തിൽ 3 സെന്റിമീറ്റർ തന്നെ അളവെടുക്കുക. സർക്കിൾ റേഡിയസ് എത്രയെന്ന് എടുക്കുക? 3 സെന്റിമീറ്ററും ഈ 32.5 ഡിഗ്രിയുടെ സ്ഥാനത്ത് എത്രയെന്ന് എടുക്കുക? 42.5 ഡിഗ്രി എന്നും, then 37.5 ഡിഗ്രിയുടെ സ്ഥാനം നമുക്ക് എന്തെടുക്കാം? 47.5 ഡിഗ്രിയും എടുത്ത് ഒരു ഫിഗർ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വരച്ചു നോക്കും. ഓക്കെ, പറഞ്ഞ എല്ലാവർക്കും പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ ചോദ്യത്തിൽ തന്നെ സർക്കം റേഡിയസ് എത്ര തന്നെ? 3 സെന്റിമീറ്ററും, എന്നാൽ രണ്ട് ആംഗിൾസിന്റെ സ്ഥാനത്ത് ഏതൊക്കെ കൊടുക്കുക? 42.5 ഡിഗ്രിയും 47.5 ഡിഗ്രിയും കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫിഗർ കൂടെ നിങ്ങൾ വരച്ചു നോക്കുക. ഓക്കെ, അതിനുശേഷം പേജ് നമ്പർ 55 ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 55 7ഉം 8ഉം കണക്കുകൾ നിങ്ങൾ ഹോംവർക്ക് ആയി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ
നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പറയുമ്പോൾ പറയുക സാറേ ഞാൻ ബോധി നിന്നാണ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരാം. നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരാം. ഓക്കെ, എല്ലാവരും ഇതുവരെയുള്ള പോർഷൻസ് പഠിച്ച് ക്ലിയർ ആക്കി വെക്കുക. നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ കുറച്ച് കണക്കുകൾ പറയാനുണ്ട്, അത് ഇതിന്റെ കൂട്ടത്തിൽ ആൻസർ ആയിട്ട് അയച്ചു തരാം. ഓക്കെ.